കുവൈറ്റിനും ബഹ്റൈനും നേരെ ഇന്ന് 2026 ജൂൺ 6 ശനിയാഴ്ച ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം. US-ഇറാൻ സമാധാന ചർച്ചയുടെ നിലവിലെ അവസ്ഥ എന്താണ്? ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്ന ഇറാൻ ടീമിന് US വിസ നൽകിയോ? ഇതിന്റെ എല്ലാം കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ കാര്യം, കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഇന്ന് ഇറാൻ നടത്തിയ ആക്രമണം. ഇന്ന് പുലർച്ചെയോടെ 7 ബാലിസ്റ്റിക് മിസൈലുകളാണ് കുവൈറ്റിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത്. അതിൽ 7 എണ്ണവും ഇന്റർസെപ്റ്റ് ചെയ്തെങ്കിൽ പോലും സിവിലിയൻ ഏരിയകളിൽ അതിന്റെ ഡെബ്രിസ് ഒക്കെ പതിച്ചിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായി. ആളപായമോ മറ്റ് പരിക്കുകളോ ഇല്ല എന്ന് മാത്രം. 2 ഇടങ്ങളിൽ ഇതിന്റെ ഷാർപ്നൽസ് വീണ് തീപിടുത്തമുണ്ടായ സംഭവങ്ങളും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഘർഷഭരിതമായ ആ ഒരു സാഹചര്യത്തിൽ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് 2 മണിക്കൂറോളം കുവൈറ്റിലെ വ്യോമ ഗതാഗതം സ്തംഭനാവസ്ഥയിൽ എത്തി നിൽക്കുകയും ചെയ്തിരുന്നു. 4:15 മുതൽ 6:15 വരെ എയർവേസ് അടച്ചിട്ടിരുന്നു. കുവൈറ്റ് എയർവേസിന്റെയും അൽ ജസീറയുടെയും 11 വിമാനങ്ങൾ ആ സമയത്ത് തൊട്ടടുത്തുള്ള മറ്റ് എയർപോർട്ടുകളിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്തു. ബഹ്റൈനിലേക്ക് 3 മിസൈലുകളും നിരവധി ഡ്രോണുകളും ഇറാന്റെ ഭാഗത്തു നിന്നും വന്നതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നു കഴിഞ്ഞു. ഇതിനെതിരെ വളരെ രൂക്ഷമായൊരു മറുപടിയാണ് ബഹ്റൈൻ നൽകിയിരിക്കുന്നത്. ക്ഷമ എന്നതിനെ ബലഹീനതയായി കണക്കാക്കരുതെന്നും മിസൈലുകളും ഡ്രോണുകളും കൊണ്ട് തീർക്കുന്നതല്ല സുരക്ഷ എന്നും തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ സമാധാനവും സുരക്ഷിതത്വവും തന്നെയാണ് ഏറ്റവും വലുതെന്നും അതുകൊണ്ട് കരുതിയിരിക്കണമെന്നുള്ളൊരു താക്കീത് രൂപത്തിലാണ് ബഹ്റൈൻ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ന് കുവൈറ്റിനും ബഹ്റൈനും നേരെയുണ്ടായ ഈ ആക്രമണത്തെ UAEയും സൗദി അറേബ്യയും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ലെബനോന് നേരെ ഇന്ന് ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം നടത്തുകയും പുലർച്ചെ 2 ഓഫീസർമാരും ഒരു പട്ടാളക്കാരനും മരിച്ചതായുള്ള സ്ഥിരീകരണം ലെബനോൻ ആർമി പുറത്തുവിട്ടിട്ടുണ്ട്. സമാധാന ചർച്ചകളുടെ കാര്യം നോക്കിയാൽ റീസെന്റായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമനേയിയുടെ സൈനിക ഉപദേഷ്ടാവ് മൊഹസിൻ റസായ് CNN നൽകിയ അഭിമുഖത്തിൽ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ ചർച്ചകൾ സ്തംഭനാവസ്ഥയിലാണ് നിൽക്കുന്നതെന്നും ഈ പ്രതിസന്ധി പരിഹരിക്കേണ്ടത് ട്രംപ് മാത്രമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ മരവിപ്പിച്ചു വച്ചിരിക്കുന്ന ഇറാന്റെ $24 ബില്യൺ മൂല്യം വരുന്ന ആസ്തികൾ എത്രയും പെട്ടെന്ന് US വിട്ടു നൽകണമെന്നും ഇപ്പോൾ തകിടം മറിഞ്ഞു കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസ്യത, ഇരു രാജ്യങ്ങളും തമ്മിലുള്ളൊരു വിശ്വാസ്യത വീണ്ടെടുക്കുന്നതിൽ ഇത് വളരെയധികം പ്രയോജനപ്രദമാകുമെന്നും ഇത് വിട്ടുകൊടുത്താൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ സുഗമമായി നടക്കുകയുള്ളൂ എന്നുമാണ്. അതുമല്ല, ആ $24 ബില്യൺ ഇറാന് മാത്രം സ്വന്തമായതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇനി ഫുട്ബോൾ ലോകകപ്പിന്റെ കാര്യം നോക്കിയാൽ US-ലും മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുക്കാനായി തയ്യാറായ ഇറാന്റെ നാഷണൽ ടീമിനും അവരുടെ ടെക്നിക്കൽ സ്റ്റാഫിനും US വിസ അനുവദിച്ചു. എന്നാൽ ഇവരോടൊപ്പം തന്നെ എത്തേണ്ട വൈറ്റൽ ടീമംഗങ്ങളായ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് ടീമിന് വിസ നിഷേധിക്കുകയും ചെയ്തു. പ്ലെയേഴ്സിനെ പോലെ തന്നെ വളരെ നിർണായകമായ റോൾ വഹിക്കുന്ന ഈ ടീമിന്റെ വിസ ഹോൾഡ് ചെയ്ത് വെച്ചതിൽ ഇറാൻ ശക്തമായ ഒരു പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. ഡിസ്ക്രിമിനേറ്ററി ട്രീറ്റ്മെന്റ് എന്നാണ് ഇറാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. വിവേചനപരമായ ഈ ഒരു നടപടി ശരിയല്ല എന്നും ഇന്റർനാഷണൽ സ്പോർട്സ് സ്റ്റാൻഡേർഡ്സിന്റെ വയലേഷൻ ആണിതെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു. തുർക്കിയിലെ പ്രധാനപ്പെട്ട ഒരു നഗരമായ അന്റാലിയയിലുള്ള ടീമിന്റെ കോച്ചിങ് ക്യാമ്പിൽ നിന്നാണ് മാധ്യമങ്ങൾ ഈ കാര്യം ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും സമാധാന ചർച്ചകൾ പുരോഗമിക്കാനുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള മധ്യസ്ഥൻ നാളെ ടെഹ്റാനിലേക്ക് എത്തുന്നു എന്നുള്ള ഔദ്യോഗികമായ ഒരു വിവരവും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് 2026 ജൂൺ 6 റിപ്പോർട്ട് ചെയ്യുന്നു. Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.